സ്ലീഹാകാലം 3-ാം വ്യാഴം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സാപത്തിൽ രോഗശാന്തി. യേശുവിന്റെ പരസ്യജീവിതത്തിന്റെ ആരംഭകാലം സിനഗോഗുകളായിരുന്നു അവന്റെ പഠനഗേഹം. ജെറുസലേം ദേവാലയം കാഴ്ച ബലിയർപ്പണത്തിനും സിനഗോഗുകൾ വചനവ്യാഖ്യാനത്തിനുമാണ് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. യേശുവാകട്ടെ പഠിപ്പിക്കാനും രോഗശാന്തിക്കും വേണ്ടി അവ പ്രയോജനപ്പെടുത്തി. ദിനരാത്രങ്ങളെന്നോ സാപത്തെന്നോ നിഷിദ്ധമായ രോഗങ്ങളെന്നോ തരംതിരിവില്ലാതെ പഠനത്തെ സാധൂകരിക്കാൻ അവൻ അവിടെ വെച്ച് സൗഖ്യങ്ങൾ നൽകി. അതിനാൽ സിനഗോഗുകൾ അവന് പിന്നീട് നിഷിദ്ധ സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനാൽ മലകളും താഴ്വരകളും കടൽക്കരയും വയലുകളുമൊക്കെയായി അവന്റെ പഠനഗ്രഹങ്ങൾ. ഒരു സാപത്തു നാളിൽ അവന്റെ വിമർശകരുടെ മുമ്പിൽ വെച്ച് അവൻ ആദ്യം കൈ ശോഷിച്ചവന്റെ പാപങ്ങൾ മോചിക്കുന്നു. പിന്നീട് അതിന്റെ തെളിവിനായി രോഗസൗഖ്യവും നൽകുന്നു. രോഗത്തിന് പല കാരണങ്ങളുണ്ട്. 1. പ്രകൃതി എതിരായാൽ, അമിതമായ മഴ, ചൂട്, തണുപ്പ് ശരീരത്തിലേറ്റാൽ. 2. പാപഹേതുവായി, ആദ്യം മനസ്സിനെയും പിന്നീട് ശരീരത്തെയും അത് ബാധിക്കുന്നു. 3. ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ലാസറിന്റെ രോഗം, വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും രോഗം എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇന്ന് ഈ തളർവാദ രോഗിയുടെ കാര്യത്തിൽ അവന്റെ പാപകാരണവും ദൈവമഹത്വവും പ്രകടമാകുന്നതിനു വേണ്ടിയുള്ള രോഗസൗഖ്യമായിരുന്നു. വിധിക്കാനുള്ള അധികാരം ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്ന പോലെ പുത്രനെയും ആദരിക്കുന്നതിന് വേണ്ടിയാണിത്.